ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന സിമുലേറ്റർ ഗെയിമിനെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് പേര് $100, $1000 നോട്ട് കോയിന് കിട്ടിയ പോലെ പ്രതീക്ഷിച്ച് കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അവരോടൊക്കെ ആകാശത്താണെങ്കിൽ നിങ്ങൾ താഴേക്ക് ഭൂമിയിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. കാരണം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ എല്ലാം നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ഈ ഗെയിം ഓൾറെഡി ഇത് 150 മില്യൺ യൂസേഴ്സ് മറികടന്നു എന്നാണ് ഇപ്പോൾ വരുന്ന ഇൻഫർമേഷൻ. സോ നമ്മുടെ ക്രിപ്റ്റോ മങ്കി യൂട്യൂബ് ചാനലിൽ ഈ ഗെയിമിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഗൈഡ് നമ്മളിവിടെ ഇത് കാണാതെ പോകരുത് എന്ന ഒരു വീഡിയോ കിടപ്പുണ്ട്. ഈ ഗെയിമിനെ കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻ നമ്മൾ ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഈ ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഫുൾ ഇൻഫർമേഷനാണ് നമ്മൾ ഈ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരുപാട് പേര് ചിന്തിച്ചിരിക്കുന്ന ഒരു ഫാക്റ്റാണ് ഇതൊരു മൈനിങ് ആണ്, നമ്മൾ മൊബൈൽ വഴി മൈനിങ് ആണ് ചെയ്യുന്നതാണ് ഒരുപാട് പേര് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇവരുടെ യൂട്യൂബ് ഹാൻഡിൽ വഴി ഇവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതൊരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് CEO സിമുലേറ്റർ ഗെയിം മാത്രമാണ്. ഈ ഗെയിമിൽ നിങ്ങൾ ഓട്ടോ ക്ലിക്കർ അതുപോലത്തെ എന്തെങ്കിലും വേറെ എക്സ്റ്റേണൽ ആപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. കാരണം ഇൻ ദ എൻഡ് ചിലപ്പോൾ അവർ എന്തെങ്കിലും ഒരു ഓഡിറ്റിംഗ് നടത്തുകയാണെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയ പോയിൻറ്റ്സ് എല്ലാം പോകാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ്. സോ അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഓൾറെഡി എല്ലാ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമ്മളിതിൽ കളിക്കുന്ന ഈ ഒരു പോയിന്റിനല്ല വാല്യൂ ഉള്ളത്. ഇവരുടെ വീഡിയോ വഴി തന്നെ ഇവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രോഫിറ്റ് പെർ അവറിനാണ്. പ്രോഫിറ്റ് പെർ അവർ ഒരു പാസീവ് ഇൻകമാണ്. സോ ആ പാസീവ് ഇൻകത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ ഗെയിം പ്രാധാന്യം നൽകുന്നത്. സോ അതിനാണ് നിങ്ങൾ എല്ലാവരും കളിക്കുന്നവർ പ്രോഫിറ്റ് പെർ അവറിന് മാത്രം പ്രാധാന്യം കൊടുക്കുക. മറ്റ് ക്രൈറ്റീരിയാസ് ഉണ്ട്, പക്ഷെ അത് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. സോ നമുക്കത് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റ് ഒരു സ്കാം ആണോ, അതായത് ഒരു എയർ ഡ്രോപ്പ് മാത്രമാണ്. അവർ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, കളിക്കുന്ന യൂസേഴ്സിനും അവരുടേതായ മാർക്കറ്റിംഗ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന ഒരു ചെറിയ കോയിൻ ടോക്കൺ ഡിസ്ട്രിബ്യൂഷനാണ് എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് ഗെയിം എന്ന് പറയുന്നത് ഒരു എയർ ഡ്രോപ്പ് മാത്രമാണ്. ആ എയർ ഡ്രോപ്പിലേക്ക് നമ്മൾ എലിജിബിൾ ആവാനായിട്ട് അവരൊരു ഗെയിം കൊണ്ടുവച്ചിരിക്കുന്നു, ഒരു സിമുലേറ്റർ ഗെയിം. നമ്മളെ അവർ എക്സ്ചേഞ്ച് എങ്ങനെ ബിൽഡ് ചെയ്യുന്നുള്ള ഒരു ചെറിയൊരു സിമുലേറ്റർ ഗെയിം മാത്രമാണ് ആ ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് എങ്ങനെയാണ് ഒരു സ്കാം അല്ല എന്ന് നമുക്ക് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യൽ നമ്മുടെ ട്വിറ്റർ ഹാൻഡിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു ടൺ ഫൗണ്ടേഷൻ, ടൺ എന്ന് പറഞ്ഞാൽ ദ ഓപ്പൺ നെറ്റ്വർക്ക്, ടെലഗ്രാമിൻ്റെ ഒരു ബ്ലോക്ക് ചെയിൻ പോലെയാണ് ടൺ വർക്ക് ചെയ്യുന്നത്. സോ ടൺ നെറ്റ്വർക്ക് ഒഫീഷ്യലി ഫോളോ ചെയ്യുന്ന ഒരു ഹാൻഡിലാണ് ഹാംസ്റ്റർ കോമ്പാറ്റ്. അതുപോലെ വിക്ടർ ഈ ടൺ ബ്ലോക്ക് ചെയിൻ്റെ ഒരു വൺ ഓഫ് ദ ക്രൂഷ്യൽ മെമ്പറാണ്. അതുപോലെ തന്നെ ഒരുപാട് AMAയിലും, അതായത് ആസ്ക് മീ എനിത്തിങ് അല്ലെങ്കിൽ ട്വിറ്റർ സ്പേസിൽ എക്സ് സ്പേസിൽ വന്ന് ഇവരുടെ തന്നെ ടോക്ക് ചെയ്ത് ഇവരെ കാര്യങ്ങൾ ഓൾറെഡി അവതരിപ്പിച്ചിട്ടുണ്ട്. സോ ഇത്രയധികം കാര്യങ്ങൾ, ഇത്രയധികം മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ളതും, അതുപോലെ തന്നെ ഈ ടൺ ഫൗണ്ടേഷൻ ഫോളോ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു പേജ് ആയിട്ടും ടൺ റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഒരു പേജ് ആളുകൾ ഇത്രയധികം യൂസേഴ്സിനെ ഡിച്ച് ചെയ്തുകൊണ്ട് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിന് നോ എന്ന് മാത്രമാണ് പറയാനുള്ളത്. സോ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രീസെയിലിനെ കുറിച്ചാണ്. എന്താണ് പ്രീസെയിൽ? ഒരു കോയിൻ ഇറങ്ങുന്നതിന് മുമ്പ് ആ കോയിൻ യൂസേഴ്സിന് ഒരു നിശ്ചിത വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതാണ് പ്രീസെയിൽ എന്ന് പറയുന്നത്. ബിറ്റ്ഗിറ്റിലും Gate.io എന്ന് പറഞ്ഞ് 2 എക്സ്ചേഞ്ചിലും ഓൾറെഡി ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ പ്രീസെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അർത്ഥം എന്താണ്? ഇത്രയും വലിയ ഒരു മാർക്കറ്റ് ക്യാപ്പുള്ള വോളിയമുള്ള എക്സ്ചേഞ്ചുകൾ ഇതുപോലത്തെ ഒരു കോയിൻ അവരുടെ പ്രീസെയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരിതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാതെ ഇവരിതൊന്നും ചെയ്യുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം ഇനി എങ്ങാനും ഹാംസ്റ്റർ കോമ്പാറ്റ് പറ്റിച്ചു പോവുകയാണെങ്കിൽ അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത്രയും വലിയൊരു മാർക്കറ്റ് ലീഡേഴ്സിനാണ്. ബിറ്റ്ഗിറ്റ്, Gate.io പോലത്തെ മാർക്കറ്റ് ലീഡേഴ്സിൻ്റെ ഒരു വിശ്വസ്തത കൂടിയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. സോ ഇവരൊക്കെ ഒട്ടും അനാലിസ് ചെയ്യാതെ, ഇവരുടെ ടീം ഇതൊന്നും അനാലിസ് ചെയ്യാതെയാണ് ഇവരിവിടെ പ്രീസെയിൽ ആരംഭിച്ചതെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. സോ ഇതും രണ്ടാമത്തെ ഒരു ഫാക്റ്റാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് ഒരു റിയൽ പ്രൊജക്റ്റ് ആണ് എന്നുള്ളതിന്. ഓക്കെ, ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഇപ്പോൾ റിയൽ ടൈമിലുള്ള പ്രൈസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഇന്ന് 22-ാം തീയതി ഇപ്പോൾ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $0.380 ആണ്. സോ ഈ പ്രീസെയിൽ വില കണ്ട് നമ്മൾ മനക്കോട്ട കെട്ടേണ്ട ആവശ്യമില്ല. കാരണം പ്രീസെയിൽ വിലയും ഒറിജിനൽ മാർക്കറ്റിൽ ഇറങ്ങുന്ന വിലയും രണ്ടും തമ്മിൽ വളരെയേറെ വ്യത്യാസം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അതായത് ഇപ്പോൾ 0.380 ആണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ 0.00380 ആവാനുള്ള ചാൻസസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന് മേലേക്ക് പോകാനുള്ള ചാൻസസും ഉണ്ടാവാം. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇവരുടെ ടോക്കണോമിക്സ് എന്നാണ്. ടോക്കണോമിക്സ് ഇതുവരെ ഇവർ റിലീസ് ചെയ്തിട്ടില്ല. അതായത് എങ്ങനെയാണ് ഇവരുടെ ടോക്കൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, എത്രയധികം സപ്ലൈ ഇതിനുണ്ടാവും. എന്നാൽ ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ കോയിൻ്റെ ഒരു യഥാർത്ഥ വില നമുക്ക് ഒന്ന് അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവർ ഫുൾ സപ്ലൈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്. അതായത് മെംഫൈ എന്ന് പറഞ്ഞ കോയിൻ്റെ 90% സപ്ലൈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ എങ്ങനെയാണ് ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻ ഒന്നും ഇതുവരെ അവൈലബിൾ അല്ല. ഇതൊക്കെ അനോണിമസ് ആയിട്ടിരിക്കുകയാണ്. അതിനർത്ഥം ഈ കോയിൻ അല്ലെങ്കിൽ ഈ ഒരു ടോക്കൺ ഇതൊരു സ്കാം പ്രൊജക്റ്റ് ആണ് എന്നല്ല ഇതിന് അർത്ഥം. അതുകൂടാതെ നോട്ട് കോയിന് കിട്ടിയ പോലെ ഒരു ഹൈപ്പ്
അതിനേക്കാളേറെ ഹൈപ്പാണ് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ, ഇരട്ടി ഹൈപ്പാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് കിട്ടിയിരിക്കുന്നത്. സോ നോട്ട് കോയിൻ കിട്ടിയ പോലത്തെ ഒരു പ്രോഫിറ്റ് നമുക്കിതിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എൻ്റെ ആൻസർ. ചിലപ്പോൾ അതിന് വളരെയധികം താഴെയായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു 100 രൂപയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ 500 രൂപയായിരിക്കും. ഇതുവരെ നമുക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽ എന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ നമുക്കൊരു ഇൻസൈഡർ ഇൻഫർമേഷൻ നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റ് വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എങ്ങനെയായിരിക്കാം ഇവരുടെ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കാം ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ 100% കറക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കാം. കാരണം ഇത്രയധികം യൂസേഴ്സ് ഉള്ള ഗെയിമിലേക്ക് ഇവർ ഒന്നും കാണാതെ ഈ ടോക്കൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇതുപോലത്തെ ഒരു ബാക്കിയുള്ള പല ടാപ്പിംഗ് ഗെയിംസും വെറുതെ സിമ്പിൾ ടാപ്പായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ അതിനെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ഒരു എക്സ്ചേഞ്ച് സിമുലേറ്റർ ഗെയിമായിട്ട് കൊണ്ടുവന്ന് എക്സ്ചേഞ്ചുകളെയും അതിനെ ക്രിപ്റ്റോ കറൻസിനെയും കുറിച്ച് ലേൺ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് കൊണ്ടുവന്ന് തന്നെ വളരെയധികം പ്ലസ് പോയിൻ്റാണ്. സോ അവർ ആ സ്റ്റാൻഡേർഡ് തന്നെ ഈ ടോക്കൺ ഡിസ്ട്രിബ്യൂഷനിലും നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ നമുക്ക് എന്താണ് ഈ ഒരു ഇൻസൈഡർ ഇൻഫർമേഷൻ നോക്കാം. അതായത് ദ കോയിൻ ബാലൻസ് വിൽ ഡിസപ്പിയർ വെൻ ദ ലിസ്റ്റിംഗ് സ്റ്റാർട്ട്സ് ആൻഡ് ഇറ്റ് വിൽ ലോസ് ഇറ്റ്സ് വാല്യൂ. അതായത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കോയിൻ വാല്യൂ എന്ന് പറയുന്നത്. വൺസ് ഈ ഗെയിം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഈ കോയിൻസ് ചിലപ്പോൾ ഡിസപ്പിയർ ആയേക്കാം. അതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ദ എയർ ഡ്രോപ്പ് വിൽ ബി ഗിവൺ ഡിപ്പെൻഡിങ് ഓൺ യുവർ മൈനിങ് പവർ. അതായത് നിങ്ങളുടെ കയ്യിലുള്ള മൈനിങ് പവറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കാം എയർ ഡ്രോപ്പ് കൊടുക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ പല വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് പ്രോഫിറ്റ് പെർ അവർ, ഇതാണ് മൈനിങ് പവർ എന്ന് പറയുന്നത്. സോ മൈനിങ്ങും ഇവിടെയുള്ള മൈനിങ്ങും റിയൽ മൈനിങ്ങും വ്യത്യാസമുണ്ട്, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഫിറ്റ് പെർ അവർ എന്ന പറഞ്ഞ പാസീവ് ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ എന്ത് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ എയർ ഡ്രോപ്പ് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് എത്ര കിട്ടും എന്ന് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഇൻഫർമേഷൻ പറയുന്നത് ഇഫ് യു ആർ ഓൺ ലെജൻഡ് ദർ ഇസ് എ മൈനിങ് പൂൾ ഓഫ് 50 million ദാറ്റ് യു വിൽ ഡിവൈഡ് ബൈ എവരി വൺ ഹൂ ഈസ് അറ്റ് ദാറ്റ് ലെവൽ. അതായത് ഇവിടെ നമുക്കൊരു ലെവൽ കാണാം. അതായത് എവിടെയാണ് ഗ്രാൻഡ് മാസ്റ്റർ. ഇവിടെ നമുക്കൊരു ലെവൽ കണ്ടുകൂടെ, പലതരം ലെവൽസ് ഉണ്ട്. ഗ്രാൻഡ് മാസ്റ്റർ, മാസ്റ്റർ, ലെജൻഡറി, എപ്പിക്, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലോർഡ് വരെയാണ് ലെവൽസ് ഉള്ളത്. സോ നിങ്ങൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത് ആ ലെവലിൽ എന്ത് ചെയ്യും, ഒരു ഇത്ര കോയിൻസ് അവർ ഡിസ്ട്രിബ്യൂട്ട് വെച്ചിട്ടുണ്ടാവും. അതായത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇഫ് യു ആർ ഓൺ ലെജൻഡ് എന്ന് പറഞ്ഞ ലെവലിലാണ് നിങ്ങളെന്നുള്ളതെങ്കിൽ ദർ ഇസ് എ മൈനിങ് പൂൾ ഓഫ് 50 million. അതായത് 50 million കോയിൻസിൻ്റെ, റിയൽ ഹാംസ്റ്റർ കോയിൻസിൻ്റെ ഒരു മൈനിങ് പൂൾ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് സപ്പോസ് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ നിൽക്കുന്നത് ഈ ലെജൻഡറി എന്ന് പറഞ്ഞ റാങ്കിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റാങ്കിൽ നിൽക്കുന്ന എല്ലാ പ്ലെയേഴ്സിനും കൂടി, അതായത് സപ്പോസ് ഒരു 1 lakh പ്ലെയേഴ്സ് ലെജൻഡറി റാങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൂടി 50 million ടോക്കൺ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. 50 million ടോക്കൺ ഇവർക്ക് എല്ലാവർക്കും കൂടി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം പറയുന്നത് ദ ഹയർ യുവർ PPH ദ മോർ യു വിൽ ഗെറ്റ്. നിങ്ങളുടെ PPH എത്ര കൂടുതലാണോ അത്രയും കോയിൻസ് അല്ലെങ്കിൽ ടോക്കൺസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. നമ്മൾ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യുകയാണ് ഇതുവരെ പറഞ്ഞത്. അതായത് നിങ്ങൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത് ആ ലെവലിൽ നിൽക്കുന്നവർക്ക് ഇത്ര പെർസെൻറ്റേജ് കോയിൻസ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ കോയിൻസ് ആയിരിക്കും നിങ്ങളുടെ PPHനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത കാര്യം പറയുന്നത് ദർ വിൽ ബി ഓൾസോ ബി എ ഹാവിംഗ് ഇൻ PPH ലൈക്ക് ഇൻ ബിറ്റ് കോയിൻ മൈനിങ്. ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. എന്താണ് ബിറ്റ് കോയിൻ ഹാവിംഗ് എന്നറിയാത്തവർക്ക്, ഓരോ 4 കൊല്ലം കൂടുമ്പോഴും ബിറ്റ് കോയിൻ്റെ സപ്ലൈ പകുതിയായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് ഹാവിംഗ് എന്ന് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹാംസ്റ്റർ കോമ്പാറ്റിൽ നിങ്ങളുടെ PPH പ്രോഫിറ്റ് പെർ അവർ 1 million ആണെന്നുണ്ടെങ്കിൽ ഹാഫിംഗ് കഴിയുമ്പോൾ അത് എത്രയായി മാറും, വെറും 5 ലക്ഷമായി മാറും, 0.5 million ആയി മാറും. അതിനുശേഷം വീണ്ടും ഒരു ഹാഫിംഗ് വരുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും അതിൻ്റെ പകുതിയായി മാറും. ഇങ്ങനെ ഹാഫിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നതായിരിക്കാം എന്നാണ് ഈ ഒരു ഇൻസൈഡ് ഇൻഫർമേഷൻ വരുന്നത്. സോ അതായത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവിടം കൊണ്ട് ചിലപ്പോൾ ഈ ഗെയിം നിൽക്കില്ല എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വൺസ് ഇത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ കോയിൻ ചിലപ്പോൾ നിങ്ങൾക്ക് എയർ ഡ്രോപ്പായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്തിരിക്കേണ്ടി വരും, ഇവർ കൊണ്ടുവരാൻ പോകുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് മാത്രം. ഇതൊരു ഇൻസൈഡർ ഇൻഫർമേഷൻ മാത്രമാണ്, ഇവരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല. സോ ദിസ് ഈസ് ജസ്റ്റ് എ റൂമർ. ചിലപ്പോൾ ഇതുപോലെ സംഭവിക്കാം, അല്ലെങ്കിൽ മറ്റ് ചില ക്രൈറ്റീരിയാസ് ആയിരിക്കാം സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളിത് ഫുള്ളായിട്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ബട്ട് നിങ്ങൾക്ക് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാം, നിങ്ങളുടെ പ്രോഫിറ്റ് പെർ അവറിനെ എന്തായാലും കൂട്ടാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രാൻഡ് മാസ്റ്റർ ലെവലുകൾ, അതായത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കോയിൻ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ലെവലിലേക്ക് എത്തുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ വൈസ്ലി നിങ്ങളുടെ കോയിൻസ് സ്പെൻഡ് ചെയ്ത് പ്രോഫിറ്റ് പെർ അവർ കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. സോ ഈ ഒരു ഗെയിമിൽ നിന്ന് നിങ്ങൾ ഒത്തിരി അധികം റിട്ടേൺ കിട്ടുമെന്നുള്ള
കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം നിങ്ങൾ 1000-ഉം 10,000-ഉം 1,00,000 പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വളരെയധികം നിരാശരായേക്കാം. പിന്നെ പുതിയതായിട്ട് കയറിയ ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അവർക്ക് ചിലപ്പോൾ വളരെ കുറച്ചായിരിക്കും ചിലപ്പോൾ കിട്ടാൻ പോകുന്നത്. അതിനർത്ഥം ഈ ഗെയിം ഞങ്ങളെ പറ്റിച്ചല്ലോ എന്നുള്ള കാര്യം മനസ്സിലായത്. കാരണം മാസങ്ങളായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഈ ഗെയിമിലുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ തുടങ്ങാം. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലായി എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. സോ ടോക്കൺ ഡിസ്ട്രിബ്യൂഷനിൽ എല്ലാവർക്കും നല്ല രീതിയിലൊരു എമൗണ്ട് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതൊരു ഹ്യൂജ് എമൗണ്ട് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തതിന് കുറച്ചെങ്കിലും ഒരു വാല്യൂ കണക്കാക്കിയിട്ടുള്ളൊരു എമൗണ്ട് ഇങ്ങനത്തെ ഒരു മെത്തേഡ് വഴി കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് നോക്കാം എങ്ങോട്ടാണ് ഈ ഗെയിമിൻ്റെ പോക്ക് എന്ന്. സോ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കും. ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇടയ്ക്ക് ലൈവ് വരാറുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഹാൻഡിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.